മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾ പൊളിച്ച് സിപിഎമ്മിനും സർക്കാരിനും ചങ്കിടി പേറ്റുന്നതാണ് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം. സിപിഎമ്മിന്റെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ടാണ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ സിപിഎം നേതാവ് കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്ത വാർത്ത പുറത്തുവരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെ SIT വിളിച്ചു വരുത്തുകയും മൊഴി രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്തുവെന്ന വാർത്ത സിപിഎം കേന്ദ്രങ്ങളിലാകെ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ വാർത്ത കടകംപള്ളി സ്ഥിരീകരിക്കുക കൂടി ചെയ്തതോടെ ഈ പുതിയ സംഭവത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാതെ സിപിഎം കുഴങ്ങി. പ്രത്യേകിച്ച് ശബരിമല വിവാദത്തിൽ വീടുകൾ കയറി വിശദീകരണം നടത്താൻ പാർട്ടി തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ പുറത്തു വന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. രണ്ട് പ്രധാന പ്രതിസന്ധികളാണ് സിപിഎം ഇവിടെ നേരിടുന്നത്. ഒന്ന്, കടകംപള്ളിയെ ചോദ്യം ചെയ്തു. അടുത്തത് ആര്? കടകംപള്ളിയും അകത്താകുമോ? ഒരു മുൻ മന്ത്രിയെ തന്നെ ചോദ്യം ചെയ്ത പശ്ചാത്തലത്തിൽ എങ്ങനെ ഇനി സിപിഎം നേതാക്കൾ വീടുകൾ കയറും? ഉത്തരം കിട്ടാത്ത ഈ സമസ്യയ്ക്ക് മുന്നിൽ അന്തം വിട്ട് മാനം നോക്കിയിരിക്കുകയാണ് സിപിഎം നേതാക്കൾ. പാർട്ടി നേതാക്കൾ ഭരിച്ച ദേവസ്വം ബോർഡ് ഭരണസമിതികൾക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നാണ് തുടക്കം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട്. എന്നാൽ ഇതിനെ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടായിരുന്നു ആദ്യം N വാസുവും തൊട്ടുപിന്നാലെ A പത്മകുമാറും അറസ്റ്റിലാകുന്നത്. ഇതിന് പിന്നാലെ PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തു. വാസുവും പത്മകുമാറും അറസ്റ്റിലായപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ അവകാശവാദം പൊള്ളയാണ് എന്ന് തെളിഞ്ഞിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തതായുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇതോടെ സിപിഎം ഇക്കാര്യത്തിൽ സ്വീകരിച്ച മുഴുവൻ നിലപാടുകളും പൊളിഞ്ഞു. പ്രതിരോധം പാളീസായി. അടുത്തത് ആരായിരിക്കുമെന്ന ആശങ്ക കനത്തിരിക്കുകയാണ്. ഒപ്പം ഇതെങ്ങനെ പ്രതിരോധിക്കുമെന്നും പാർട്ടി തീരുമാനപ്രകാരം വീടുകൾ കയറിയുള്ള പ്രചാരണത്തിൽ എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്ന ആകാംക്ഷയുമുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചാ വിവാദം പാർട്ടിക്ക് തിരിച്ചടിയായെന്ന വിലയിരുത്തൽ മിക്ക പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് അണികളോടും അനുഭാവികളോടും വിശദീകരിക്കുന്നതിനാണ് കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന സിപിഎം സംസ്ഥാന സമിതി യോഗം വീടുകൾ കയറിയുള്ള പ്രചാരണം നടത്താൻ തീരുമാനിച്ചത്. ഈ തീരുമാനമെടുത്ത യോഗത്തിനും ഒരു പ്രത്യേകതയുണ്ട്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അടക്കം പങ്കെടുത്ത യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഈ യോഗം ചേർന്നതിന് തൊട്ടു തലേ ദിവസമായ ശനിയാഴ്ചയാണ് കടകംപള്ളിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് പിന്നാലെ കടകംപള്ളി കൂടി പങ്കെടുത്ത യോഗമാണ് വീടുകൾ കയറി പ്രചാരണം നടത്താനുള്ള തീരുമാനമെടുക്കുന്നത്. ഇതോടെ ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് അണികളോട് വിശദീകരിക്കാൻ ജനുവരി 15 മുതൽ വീടുകളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കടുപ്പമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കരുതേണ്ട നിലയിലാണ് സിപിഎം നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ചർച്ച ചെയ്യാൻ സിപിഎം നേതൃയോഗങ്ങൾ ആരംഭിച്ച ശനിയാഴ്ച തന്നെ കടകംപള്ളിയെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നത് ഒരു ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ശബരിമല വിവാദത്തിലടക്കം പാർട്ടിക്ക് പങ്കില്ലെന്നും സർക്കാരിനൊന്നും മറയ്ക്കാനില്ല എന്നും വീടുകൾ കയറി വിശദീകരിക്കാനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ മുൻ മന്ത്രി തന്നെ ചോദ്യമുനയിലും അറസ്റ്റിന് മുന്നിലാണ് എന്നതും ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകണമെന്നതിൽ സിപിഎമ്മിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഇത് സിപിഎമ്മിന്റെ ആത്മവിശ്വാസത്തിനും തിരിച്ചടിയാണ്. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് കൂടി ചേർത്ത് കടുത്ത വിമർശനമായിരിക്കും പാർട്ടി ജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരിക. ഈ ഘട്ടത്തിൽ കടകംപള്ളിയുടെ കാര്യത്തിൽ എന്താവും SIT നീക്കം എന്നത് പാർട്ടിയെയും സർക്കാരിനെയും കുഴയ്ക്കുകയാണ്. പാർട്ടിക്ക് പങ്കില്ലെന്നും സർക്കാരിനൊന്നും മറയ്ക്കാനില്ല എന്നും വിശദീകരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ കടകംപള്ളി മുതൽ ഇങ്ങ് താഴെ പത്മകുമാറും വാസുവും വിജയകുമാറും വരെയുള്ളവരെ കുറിച്ച് ഭീകര വിമർശനം പാർട്ടി നേരിടേണ്ടി വരും. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ സംഭവമാണ് ശബരിമല സ്വർണ്ണ കവർച്ച എന്നത്. വിശ്വാസികൾക്കിടയിൽ ശബരിമല വിവാദം വൈകാരികമായി ആഴത്തിലാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് പാർട്ടിക്കും നന്നായിട്ടറിയാം. അത് വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടുത്തും എന്നതിനൊപ്പം പാർട്ടിക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരു കൂട്ടം നേതാക്കൾ സംശയ നിഴലിൽ ആയതാണ് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ആദ്യം പാർട്ടിക്ക് വിശ്വസ്തനായ N വാസു, തൊട്ടുപിന്നാലെ ബോർഡ് പ്രസിഡന്റായിരുന്ന A പത്മകുമാർ, പിന്നെ കടകംപള്ളി സുരേന്ദ്രന് ഏറെ അടുപ്പമുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവും ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ N വിജയകുമാർ. അങ്ങനെ കേസിൽ അറസ്റ്റിലായ സിപിഎം നേതാക്കളെല്ലാം പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ. പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA യും കൂടിയായ പത്മകുമാർ അറസ്റ്റിലായിട്ടും നടപടിയെടുക്കാത്തത് തിരിച്ചടിയായെന്ന് CPI അടക്കമുള്ള ഘടകകക്ഷികൾ വിലയിരുത്തിയിട്ടും അത് മുഖവിലക്കെടുക്കാൻ സിപിഎം തയ്യാറായിട്ടില്ല. ഇതേ സമാന വിലയിരുത്തലാണ് സിപിഎം സംസ്ഥാന സമിതിയിലും ഉണ്ടായത്. പക്ഷേ സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് വ്യക്തമായാൽ മാത്രം പത്മകുമാറിനെതിരെ നടപടിയെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്
പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടിക്ക് പേടിയാണോ എന്ന തോന്നലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി മടിക്കുന്നത് കടകംപള്ളി ഉൾപ്പെടെ കൂടുതൽ ഉന്നതരുടെ പങ്ക് വെളിപ്പെടുത്തുമെന്ന പേടി കൊണ്ടാണ് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ശബരിമലയിലെ ശില്പപാളികളും കട്ടിളപ്പടികളും സ്വർണം പൂശുന്നതിന് അപേക്ഷ ആദ്യം കിട്ടിയത് സർക്കാരിനാണ് എന്നും അവിടെ നിന്ന് കൈമാറി വന്നതാണ് ബോർഡ് പരിഗണിച്ചത് എന്നുമാണ് പത്മകുമാർ നൽകിയ മൊഴി. ഇതാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കലിലേക്ക് നയിച്ചത്. എന്നാൽ എല്ലാം ബോർഡിന്റെ തലയിൽ വെച്ച് കടകംപള്ളി കൈകഴുകി. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പരസ്പരം പഴിചാരുമ്പോൾ മുഖം നഷ്ടമാകുന്നത് പാർട്ടിക്കാണ് എന്ന വിലയിരുത്തലും പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിനുണ്ട്. സ്വർണ്ണ കവർച്ചാ കേസിന്റെ തുടക്കം മുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് എല്ലാത്തിനും കാരണക്കാർ എന്ന തരത്തിലായിരുന്നു CPM നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്മകുമാർ അറസ്റ്റിലായതോടെ അയ്യപ്പന്റെ സ്വർണം കട്ടവർ ആരായാലും പാർട്ടി സംരക്ഷിക്കില്ല എന്ന് ചുവട് മാറ്റി. പക്ഷേ അപ്പോഴും പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നത് ജനങ്ങൾക്കിടയിൽ സംശയത്തിനിടയാക്കി. വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെ കൈകഴുകാനാകുമെന്ന ചോദ്യം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ഉയർന്നു കേട്ടതും അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്നാകെ സ്വാധീനിച്ചതും. പത്മകുമാറിനെ പുറത്താക്കാത്തതിൽ പാർട്ടി സെക്രട്ടറി ന്യായീകരണം നിരത്തുമ്പോൾ പാർട്ടിയുടെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അന്വേഷണ സംഘത്തിന്റെ സംശയ നിഴലിലാണ് എന്നതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്. തെറ്റുകൾ തിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാം എന്ന മോഹവുമായി നിൽക്കുകയായിരുന്നു CPM. ഇതിനായാണ് പാർട്ടി സംസ്ഥാന നേതൃയോഗം ചേർന്ന് വീടുകൾ കയറി പ്രചാരണം നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ അവർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്ന സൂചനയാണ് അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കങ്ങൾ നൽകുന്നത്. കാരണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനായി യോഗം ചേരുന്ന സമയം തന്നെ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയായിരുന്നു കടകംപള്ളി. മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ ചോദിച്ചുവെന്നും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുവെന്നുമാണ് മൊഴി രേഖപ്പെടുത്തിയത് സ്ഥിരീകരിച്ചുകൊണ്ട് കടകംപള്ളി മാധ്യമങ്ങളോട് സംസാരിച്ചത്. കടകംപള്ളിക്ക് പുറമെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിൽ നിന്നും SIT മൊഴിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പ്രശാന്ത് തയ്യാറായില്ല. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് SITയുടെ നിർണായക നീക്കം. 2 ദിവസം പ്രസിഡന്റുമാരും മെമ്പറും അറസ്റ്റിലായിട്ടും എന്താണ് കുറ്റകൃത്യം എന്നറിയില്ല എന്ന വാദമാണ് CPM നിരത്തുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം സൂപ്പറാണ് എന്ന് പറയുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണമാണ് കടകംപള്ളിയുടെ മൊഴിയെടുക്കൽ ഇത്രയും വൈകിയത് എന്ന ആക്ഷേപവും ശക്തമാണ്.